Good afternoon. Today we discuss the question papers in previous question paper. So the first one is, a company has issued debenture having interest rate 14%, flotation cost 15% and a face value 100. The company is in the tax bracket of 35%. That means the company have to be pay a tax of 35% of profit. The debenture would be redeemed after 5 years at a discount of 5%. That is redeemable value. Find out the cost of debt. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഡിബഞ്ചർ ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, KD കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഫ്റ്റർ ടാക്സ് ആണോ ബിഫോർ ടാക്സ് ആണോ നോക്കുക. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, ആഫ്റ്റർ ടാക്സ് ആണ്, ടാക്സ് നമ്മൾ കൊടുക്കണം. സോ ഇതിൻ്റെ ഇക്വേഷൻ അപ്പം എന്താ, I × 1 - T + 1/n ബ്രാക്കറ്റിൽ RV - NV ഡിവൈഡഡ് ബൈ ഹാഫ് RV + NV × 100. ഇതിൽ ഓരോന്നും എന്താ സൂചിപ്പിക്കണേ, I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടല്ലോ 14%. ദെൻ 1 - T മീൻസ് ടാക്സ് റേറ്റ്, ദാറ്റ് ഈസ് 35%. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ വിച്ച് ദ ഡെറ്റ് ഈസ് ടു ബി റിഡീംഡ്. എത്ര വർഷം കഴിഞ്ഞാൽ റിഡീം ചെയ്യുന്നത്, ആഫ്റ്റർ 5 years. സോ n = 5. RV മീൻസ് എന്താ, റെഡീമബിൾ വാല്യൂ. റെഡീമബിൾ വാല്യൂ എത്രയാണ്, 5% ഡിസ്കൗണ്ടിലാണ് റെഡീം ചെയ്യുന്നത്. പിഷു NP എത്ര, നെറ്റ് പ്രൊസീഡ്സ് എത്രയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 100 രൂപയാണ് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 100 രൂപേൻ്റെ 5% ഡിസ്കൗണ്ട് കഴിച്ചാൽ ബാക്കി എത്ര രൂപയ്ക്കാണ്, 95 രൂപയ്ക്കാണ് നമ്മളത് റിഡീം ചെയ്യുന്നത്. സോ റെഡീമബിൾ വാല്യൂ ഈസ് എത്രയാണ്, 95 അല്ലേ, നേരത്തെ കൊടുത്തിട്ടുണ്ട്. റെഡീമബിൾ 95 കിട്ടുന്നെങ്കിൽ ഫേസ് വാല്യൂ 100 ആണ്. 5% ഡിസ്കൗണ്ട് കുറച്ചിട്ടാണ് റിഡീം ചെയ്യുന്നത്. അപ്പോൾ 100ൻ്റെ 5% എന്ന് പറയുമ്പോൾ 5. ആ 100ൽ നിന്ന് 5 പോയാൽ 95 കിട്ടും. ഓക്കെ. ദെൻ NV മീൻസ് നെറ്റ് പ്രൊസീഡ്സ് കാണുമ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഫേസ് വാല്യൂ 100 തന്നിട്ടുണ്ട്, അതിന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 15% തന്നിട്ടുണ്ട്. അപ്പോൾ 100ൻ്റെ 15% എന്ന് പറയുമ്പോൾ എത്ര വരും, 15 തന്നെ വരും. അപ്പോൾ 115 രൂപയാണ് നെറ്റ് പ്രൊസീഡ്സ് വരിക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ പ്ലസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരും. അപ്പോൾ 100 + 15 115. ക്ലിയർ. അപ്പോൾ നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിൽ തരുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതണം. ദെൻ ഇക്വേഷൻ്റെ ഓരോ ഐറ്റം നമ്മളത് എക്സ്പാൻഡഡ് ഫോമിലേക്ക് ആക്കുക. ദെൻ നമുക്ക് അതിനുള്ള വാല്യൂസ് എടുത്ത് എഴുതിയിട്ട് എന്ത് വേണം, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലം ഇക്വേഷൻ എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ, അതിൻ്റെ എക്സ്പാൻഷൻ ഫോം എഴുതിയത് കറക്റ്റ് ആണെങ്കിലൊക്കെ മാർക്കുണ്ട്. അപ്പോൾ നോക്കിയിവിടെ 14 ഇൻട്രസ്റ്റ് റേറ്റ് × 1 - 0.35 35% അല്ലേ, അതുകൊണ്ട് പ്ലസ് 1/5 5 ഇസ് ദ ഏതാ വരുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ് × RV - NP. ഓക്കെ. 85 - 115 ഡിവൈഡഡ് ബൈ ഹാഫ് ഡിവൈഡഡ് ബൈ 115 + 85 × 100. ഓക്കെ. അപ്പോൾ 85 ഡിവൈഡഡ് ബൈ -115. ദെൻ താഴെ നമ്മൾ എന്ത് ചെയ്യും, ഹാഫ് × RV + NV ഇട്ടു. അപ്പോൾ 14 × 0.65 പ്ലസ് 85 നിന്ന് 115 പോയ -6. ദെൻ ഡിവൈഡഡ് ബൈ 200 × 1/2. അപ്പോൾ നമുക്ക് 3.1 ഡിവൈഡഡ് ബൈ 100 × 100 ആണ് ആൻസർ കിട്ടുന്നത് 3.1%. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഡെറ്റ് = 3.1%. ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ പ്രോബ്ലം. അപ്പോൾ അത് എളുപ്പമല്ലേ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിരിക്കും. ദെൻ നമ്മളത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് മാത്രമേ തന്നിരിക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിബഞ്ചറാണ്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ ഇക്വേഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നതാണ്. A firm has sales of rupees 25 lakh, variable cost of rupees 19 lakh and a fixed cost of rupees 4 lakh and a debt of rupees 10 lakh at a 10% rate of interest. What are the operating, financial and combined leverage? ഇപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ EBT, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാണാനുള്ളത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്.
കമ്പൈൻഡ് കാണാനുള്ളത് ഫിനാൻഷ്യൽ ലിവറേജ് ഇൻറ്റു ഓപ്പറേറ്റിംഗ് ലിവറേജ്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, കോമൺ ആയിട്ട് അതിനകത്ത് വന്നിരിക്കുന്നത് EBIT ആൻഡ് EBT കണ്ടുപിടിക്കണം. പ്രോബ്ലത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട് 25 ലക്ഷം, വേരിയബിൾ കോസ്റ്റ് ഉണ്ട് 19 ലക്ഷം, ഫിക്സഡ് കോസ്റ്റ് 4 ലക്ഷം തന്നിട്ടുണ്ട്, ഡെറ്റ് 10 ലക്ഷം, റേറ്റ് 10% തന്നിട്ടുണ്ട്. അപ്പോൾ EBIT EBT കണ്ടുപിടിക്കാനായിട്ട് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പോയാൽ S-V എപ്പോഴും എന്താണ്, കോൺട്രിബ്യൂഷൻ. 25 ലക്ഷത്തിൽ നിന്ന് 19 ലക്ഷം കുറയ്ക്കുമ്പോൾ 6 ലക്ഷം കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് 4 ലക്ഷം കുറയ്ക്കുക. ദെൻ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 2 ലക്ഷം കിട്ടി. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുക. 10 ലക്ഷത്തിൻ്റെ 10% 1 ലക്ഷം കുറയ്ക്കുമ്പോൾ EBT ഏണിങ്സ് ബിഫോർ ടാക്സ് 1 ലക്ഷം കിട്ടി. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ നേരിട്ട് ചെയ്യാനുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് കാണാനായിട്ട് എന്തായിരുന്നു ഇക്വേഷൻ, ഫിനാൻഷ്യൽ ലിവറേജ് കാണാനായിട്ട് EBIT ഡിവൈഡഡ് ബൈ EBT. EBIT എത്രയാണ്, 2 ലക്ഷം ഡിവൈഡഡ് ബൈ 1 ലക്ഷം, EBT 1 ലക്ഷം അല്ലേ, 2 കിട്ടി. ഓപ്പറേറ്റിംഗ് ലിവറേജ് മീൻസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. കോൺട്രിബ്യൂഷൻ ഈസ് 6 lakh ഡിവൈഡഡ് ബൈ 2 lakh, ദാറ്റ് ഈസ് 3. ദെൻ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും, ദാറ്റ് ഈസ് 6. ഈ പ്രോബ്ലം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, എ ഫേം ഹാസ് സെയിൽ ഓഫ് rupees 10 lakh, variable cost of 7 lakh and fixed cost of 2 lakh. The debt of rupees 5 lakh at a 10% rate of interest. Calculate operating leverage. Operating leverage കാണാനുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. സെയിൽസ് അപ്പം നേരത്തെ നമുക്ക് ചെയ്ത പോലെ തന്നെ EBIT നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുള്ളത് EBT എന്ന് ഇവിടെ തെറ്റായിട്ട് എഴുതരുത്, ഇവിടെ EBT എന്ന് തെറ്റായിട്ട് എഴുതി EBIT തന്നെയാണ്. 10 lakh നിന്ന് വേരിയബിൾ കോസ്റ്റ് പോകുമ്പോൾ 3 lakh കോൺട്രിബ്യൂഷൻ കിട്ടി, ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, EBIT കിട്ടി. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് 3 lakh ഡിവൈഡഡ് ബൈ 1 lakh, 3 കിട്ടി. ഇതെല്ലാം ഇക്വേഷൻ തന്നെ നേരിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ 2016 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേക്കുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചൂസ് ദി കറക്റ്റ് ആൻസർ. റേഷ്യോ ഓഫ് നെറ്റ് ഇൻകം ടു നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് നോൺ ആസ്. അത് നെറ്റ് ഇൻകം ടു നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ ഏണിങ്സ് പെർ ഷെയർ ആണ് വരുന്നത്. ഏണിങ്സ് പെർ ഷെയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഫിനാൻഷ്യൽ ഡിസിഷനാണ്, ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ വന്നത് എക്സ്പാൻഷൻ പ്രോഗ്രാം ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്. റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. മെർജ് ചെയ്യണമെങ്കിൽ, മെർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, 2 കമ്പനികൾ തമ്മിൽ കൂടിച്ചേരണമെങ്കിലും ഫിനാൻസ് റിലേറ്റഡ് ആണ്. ഇൻവെൻ്ററി ഇറ്റ് ഈസ് കറണ്ട് അസറ്റ് റിലേറ്റഡാണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അല്ലാത്തത് ഏതാ, ഇൻവെൻ്ററി ലെവൽ. ABC അനാലിസിസ് ഇസ് യൂസ്ഡ് ഇൻ. ഈ ABC തന്നെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ABC അനാലിസിസ് ഈസ് റിലേറ്റഡ് ടു ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്. ABC എന്ന് പറഞ്ഞാൽ എന്താ, ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ്. നമ്മുടെ പ്രൊഡക്റ്റിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നുള്ള കാറ്റഗറിയിൽ അത് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ABC അനാലിസിസ് എന്ന് പറയുക. ഡിവിഡൻഡ് ഇറെലവൻസ് ആർഗ്യുമെൻറ്റ് ഓഫ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ. ഇപ്പം മോഡൽ അറിയാലോ, മോഡി ഗിലാനി മില്ലർ അപ്രോച്ച്. അപ്രോച്ച് ഈസ് മോഡി ഗിലാനി മില്ലർ അപ്രോച്ച് ഈസ് based on arbitrage. മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ആർബിട്രേജ്. ഈ 1 വേർഡ് ഓർക്കുക കേട്ടോ. ഈ 1 വേർഡ്സ് ക്ലിയർ ആയിട്ട് നോക്കുക. ABC 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് മോഡൽ കേട്ടോ. ദെൻ ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ് ദാറ്റ് ഇഗ്നോർസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ദ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂം പ്രോഫിറ്റബിലിറ്റിയും ഇഗ്നോർ ചെയ്യുന്ന മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡ്സ്. ട്രഡീഷണൽ മെത്തേഡ്. EBIT സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് EBIT? നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലുണ്ട്. EBIT എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. EBIT സ്റ്റാൻഡ്സ് ഫോർ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് EBIT ഡിവൈഡഡ് ബൈ EBT. ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏണിങ്സ് ബിഫോർ ടാക്സ്. Minimum rate of return that a firm must earn in order to satisfy its investors. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്താ പറയുക, ഇൻവെസ്റ്റേഴ്സിനാണ്. ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏൺ ചെയ്യേണ്ട മിനിമം റേറ്റിനെ പറയുന്ന പേരാണ്
cost of equity, minimum rate of return that a firm must earn in order to satisfy its investors is known as cost of equity. 4 വൺ വേർഡും പഠിച്ചല്ലോ. EBIT സ്റ്റാൻഡ്സ് ഫോർ ഏണിങ്സ് ബിഫോർ ടാക്സ്. അപ്പോൾ EBIT എന്താ? EBIT ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, EBT ഏണിങ്സ് ബിഫോർ ടാക്സ്. പ്രോഫിറ്റബിലിറ്റി ആൻഡ് ടൈം വാല്യൂ ഓഫ് മണി ഇഗ്നോർ ചെയ്യുന്നതാണ് ട്രഡീഷണൽ മെത്തേഡ്. അപ്പോൾ അതിനെ എന്താ പറയുക, കൺസിഡർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? മോഡേൺ മെത്തേഡ്സ്. ദാറ്റ് ക്വസ്റ്റ്യൻ വരാം. ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ് ദാറ്റ് കൺസിഡർ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ടൈം വാല്യൂ ഈസ് നോൺ ആസ് എന്താണ്? മോഡേൺ മെത്തേഡ്. ക്ലിയർ ആയുള്ള ഇത്രയും കാര്യങ്ങൾ. ദ നെക്സ്റ്റ് വൺ എല്ലാം ഷോർട്ട് ആൻസർ ആണ്. നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കണ്ട കേട്ടോ. അത് BBAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളുടെ സിലബസും സെയിം തന്നെയാണ് അവരുടെ വരിക. അവർക്കിപ്പോൾ സെം വൈസിൻ്റെ ഇച്ചിരി വ്യത്യാസമുള്ളൂ. അപ്പോൾ കിട്ടണ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഫിനാൻഷ്യൽ പ്ലാൻ നമുക്കില്ല. ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ഏതൊക്കെ ഇഷ്യൂ ചെയ്യണം, ഏതൊക്കെ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാൻ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നമ്മൾ പഠിച്ചു. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ DPSൽ എത്ര രൂപ ഡിവിഡൻഡ് കൊടുക്കണം, എത്ര രൂപ റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ട് വെക്കണം എന്നുള്ളതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. DPS കാണാനുള്ള ഇക്വേഷനായിട്ട് ഓർത്ത് വെച്ചേക്കുക. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അഡീഷണലി ഒരു എമൗണ്ട് റേസ് ചെയ്യുമ്പോൾ എത്ര രൂപ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നുണ്ടോ, അഡീഷണൽ 1 rupee റേസ് ചെയ്യുമ്പോൾ എത്ര രൂപ നമ്മൾ അഡീഷണൽ കോസ്റ്റ് കൊടുക്കണം, ദാറ്റ്സ് നോൺ ആസ് അഡീഷണൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് വീണ്ടും ഒരു 10,000 രൂപ റേസ് ചെയ്യണമെങ്കിൽ ആ 10,000 രൂപയ്ക്ക് എത്ര കോസ്റ്റ് നമ്മൾ കൊടുക്കണം, അതിന് പറയുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ഫിനാൻഷ്യൽ ലിവറേജിന് പറയുന്ന വേറെ പേരാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അല്ലെ, ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ EBIT ആണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഫാക്ടറി നിങ്ങൾക്കില്ല, സിലബസിലില്ല കേട്ടോ. ഫാക്ടറി നിങ്ങൾ സ്വാപ്പിൽ വേറെ പഠിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സർവീസസിൽ. പിന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ അറിയാലോ, ഇന്ന് തന്നെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. KD കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിഫോർ ടാക്സും ആഫ്റ്റർ ടാക്സും വെച്ചിട്ട് നമ്മൾ എഴുതണം കേട്ടോ. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഇഷ്യൂഡ് ഇൻ ദ ഫോം ഓഫ് ഡിബഞ്ചേഴ്സ്, ബോൺസ് എക്സിട്ര ഈസ് നോൺ ആസ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. പിന്നെ മിനിമം സ്റ്റോക്ക് ലെവൽ കാണാനുള്ള ഇക്വേഷൻ അത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിലുള്ളതാണ് വരുന്നത്. പിന്നെ ക്യാപിറ്റൽ ഗിയറിങ്. ഇതെല്ലാം സിമ്പിൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. 2 മാർക്ക് എഴുതാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവണം. ദെൻ വേരിയസ് സോഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അത് റെസി ആയിട്ട് നിൽക്കുള്ളതാണ് അപ്രോച്ച്. പിന്നെ 2 പ്രോബ്ലം ഇതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. 1-2 മാർക്സിൻ്റെ ഒക്കെ നോക്കുക. മിസ് നേരത്തെ 2 പ്രോബ്ലം ചെയ്യിച്ചിട്ടില്ലേ, ആ സെയിം മോഡൽ തന്നെയാണ് ഈ 2ഉം വന്നത്. അപ്പോൾ ഇത് 2ഉം ആൻസർ ചെയ്തിട്ടൊന്ന് അയച്ചു തരാം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുന്നത് ABC കമ്പനിയാണ്. 2 lakh ഇക്വിറ്റി ഷെയർ, 10,000 ഡിബഞ്ചർ വെച്ചിട്ടാണത്. പിന്നെ അതിൻ്റെ കോസ്റ്റ് ഓഫ് ഡെറ്റും കണ്ടുപിടിക്കണം, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഈ 2 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് അയച്ചു തരാം.